ആലപ്പുഴയിലെ രാമങ്കരയിൽ CPI CPIM പോരിന് മാറ്റമില്ല. 5 വാർഡുകളിൽ CPI സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അനുനയ നീക്കം പാളിയതോടെ മുന്നണിക്കകത്തെ പോര് പരസ്യമായി മറന്നീക്കിയിരിക്കുകയാണ്. തങ്ങൾക്ക് സീറ്റ് നിഷേധിച്ചത് CPMന്റെ തെറ്റിദ്ധാരണയും പിടിവാശിയും മൂലമാണ് എന്നാണ് CPI പറയുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന എല്ലായിടങ്ങളിലും വിജയിക്കുമെന്ന ആത്മവിശ്വാസവും CPI നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കോൺഗ്രസിനെ സഹായിക്കാനാണ് എന്നാണ് CPIMന്റെ വാദം. ഇവിടെ ഇന്ന് രാമങ്കരിയിൽ നിന്ന് ശ്രീനിതാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പഠിച്ച പണി 18 LDF പുറത്തിറക്കിയിട്ടും CPIM CPI പോരവസാനിക്കാത്ത രാമങ്കരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പ് ചിത്രമായിട്ടും അവരിങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവരുടെ പ്രചാരണം കൊഴുക്കുന്നതെന്നും ഈ ആരോപണങ്ങളെയൊക്കെ എങ്ങനെയാണ് അവർ പ്രതിരോധിക്കുന്നത് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ CPIയുടെ കുട്ടനാടുത്ത ഓഫീസിലെത്തിയിട്ടുണ്ട്. അകത്ത് എന്താണ് നടക്കുന്നത് നോക്കാം. സഖാവേ, ഹലോ, എങ്ങനെയുണ്ട് നമ്മുടെ പ്രചാരണ ഉഷാറില്ലേ? വളരെ ഉഷാറായിട്ട് നടക്കുന്നു. അടിസ്ഥാനപരമായി ഞങ്ങളുടെയും പ്രചരണ വിഷയം സംസ്ഥാന ഗവൺമെന്റിന്റെ വികസനം തന്നെയാണ്. ഒപ്പം പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമങ്കരിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പ്രകടന പത്രികയിൽ ഒന്നാമത്തെ കാര്യം ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത് ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രകടന പത്രികയൊക്കെ സൂപ്പറാണ്, അതൊക്കെ നാടിന് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ മുൻനിർത്തിയാണ് നിങ്ങൾ പ്രചാരണം കൊഴുപ്പിക്കുന്നത്. പക്ഷെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? നമ്മൾ CPI CPM പോരെന്നൊക്കെ പറഞ്ഞ വാർത്തകളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അതെന്തെങ്കിലും ഒരു തരത്തിൽ തിരിച്ചടിയാവുന്ന വിലയിരുത്തുന്നുണ്ടോ? അതില്ല, അത് ഞങ്ങൾ 6 സീറ്റിലല്ലേ മത്സരിക്കുന്നത്. അപ്പോൾ രാമങ്കരി പഞ്ചായത്തിലെ ജനങ്ങൾ ഈ മത്സരിക്കുന്ന ആളുകളിൽ നിന്നും കൊള്ളാവുന്നവരെ തിരഞ്ഞെടുക്കും എന്ന അഭിപ്രായം തന്നെ ഞങ്ങൾക്കുള്ളത്. ആരായിരിക്കും ഇതിൽ കൊള്ളാവുന്നത്? CPI ആണോ CPM എന്നാണ് സഖാവിന് തോന്നുന്നത്? അതിനകത്ത് ഇപ്പോൾ ഉള്ളത് CPIയുടെ 6 പേരും ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗക്കാർ നല്ലപോലെ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നല്ലപോലെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിലെ നല്ലവരായ ആളുകളെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ 6 സ്ഥാനാർത്ഥികളും ജയിക്കുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ്. പ്രതീക്ഷയല്ല, ഉറച്ച വിശ്വാസം തന്നെയാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ്. 6 സ്ഥാനാർത്ഥികളും ജയിക്കുന്ന 100% കോൺഫിഡൻസിലാണ് പറയുന്നത്. അപ്പൊ ഈ ജനങ്ങള് CPIയുടെ കൂടെ നിന്നിട്ടും പിന്നെ CPIക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം അവര് അത്ര കണ്ടങ്ങനെ പരിഗണിക്കാതെ പോയത് സീറ്റുകളിൽ? അതൊക്കെ ഓരോ കാലത്തും തെറ്റിദ്ധാരണയും പിടിവാശിയും എല്ലാം സ്വാഭാവികമായും ഉണ്ടാകും. വലിയ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്നൊന്നും അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭാവിയിൽ ഇതെല്ലാം അംഗീകരിച്ചും ഒരുമിച്ചുമൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഈ പാർട്ടിക്കാരോടൊക്കെ സംസാരിക്കുമ്പോഴേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാരോട് എന്താണ് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഓപ്പോസിറ്റ് നമ്മുടെ ആൾക്കാർ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവരോട് എന്തെങ്കിലും പറയണ്ടോ? മത്സരരംഗത്ത് ആരോഗ്യപരമായ മത്സരം എല്ലാവരും കാഴ്ചവെക്കുക എന്ന ഒരു സന്ദേശവും അഭിപ്രായമാണ് രേഖപ്പെടുത്താനുള്ളത്. ആരോഗ്യകരമായ മത്സരമാണ് നടക്കുന്നത്. ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതെന്തായാലും ഭാവിയിൽ ഇവർ സോൾവ് ആക്കുന്നതാണ് പറയുന്നത്. അപ്പൊ CPIക്ക് അതാണ് പറയാനുള്ളത്. പക്ഷെ ഒപ്പം തന്നെ 6 സ്ഥാനാർത്ഥികളും CPIയുടെ ജയിക്കുന്നും പറയുന്നുണ്ട്. ഇനി CPIMന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയത് CPIM രാമങ്കരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ സഖാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ്. നമ്മുടെ LC സെക്രട്ടറി ഇവിടെയുണ്ട്. ഹലോ, എങ്ങനെയുണ്ട് നമ്മുടെ പ്രചാരണ ഉഷാറല്ലേ? ഉഷാറായി നടക്കുന്നു. ഇവിടെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളം. ചില മേഖലകളിൽ കുടിവെള്ളത്തിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഇപ്പം ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ടാങ്കുകളൊക്കെ സ്ഥാപിച്ച് അവിടെ നിന്ന് ലൈൻ വഴി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ഉൾപ്രദേശങ്ങളിലെ ചില റോഡുകൾ മെയിൻ്റെനൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനും തീരുമാനമായിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിനു മുമ്പ് തന്നെ അതെല്ലാം എസ്റ്റിമേറ്റ് എടുത്ത് വർക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വികസനമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായിട്ടുള്ള വിഷയം. സാധാരണ നമ്മളെ സ്ഥാനാർത്ഥികളോടോ അല്ലെങ്കിൽ നേതാക്കന്മാരോടൊക്കെ ചോദിക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളതെന്നാണ് ചോദിക്കുക. ഇതിപ്പോ ഓപ്പോസിറ്റ് നമ്മുടെ ആൾക്കാരാണ് കേട്ടോ. CPI എന്തെങ്കിലും അതൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നത് തോന്നുന്നുണ്ടോ? ഇവിടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ തവണ 13 സീറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ CPM 9 സീറ്റ് മത്സരിക്കുകയും 9 സീറ്റ് വിജയിക്കുകയും ചെയ്ത പ്രദേശമാണ്. ഇപ്പോൾ അത് 14 ആയിട്ടുണ്ട്. ആ 14 ആയപ്പം 10 സീറ്റിൽ CPM മത്സരിക്കുന്നു, മറ്റ് ഘടകകക്ഷികൾ 4 സീറ്റിലായിട്ട് മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. CPIക്കാർ ചില പ്രദേശങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ആ മത്സരം കൊണ്ട്
അവരുടെ ഇവിടുത്തെ ബലം തെളിയിക്കാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി അവരുടെ ബലം മനസ്സിലാക്കി പിരിഞ്ഞു പൊക്കോളും എന്നുള്ളതാണ്. ഞങ്ങൾ ആവുന്ന ശ്രമിച്ചു. 3 സീറ്റ് വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും 1 സീറ്റുള്ളവർക്ക് 3 സീറ്റ് വരെ വർദ്ധിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നിർബന്ധബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അത് വാങ്ങാതെ വലതുപക്ഷത്തെ സഹായിക്കാനുള്ള ഒരു സമീപനമാണ് ഇവിടുത്തെ CPI നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവരുടെ പഴയ കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിരിക്കാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ആ സ്വഭാവം അവർ കാണിക്കുന്നു. കാര്യമായി ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ CPI സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് യാതൊരു വിധത്തിലും ബാധിക്കത്തില്ല. എന്തായാലും വിജയം CPM-നായിരിക്കും അന്ത്യത്തിൽ, അല്ലേ? അങ്ങനെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഇവിടെ CPM ആണ് വിജയിക്കത്തുള്ളൂ. CPI ഭരണത്തിൽ വരും. സാങ്കേതികമായി ഇടയ്ക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ളത് ശരിയാണ്, പക്ഷേ അത് തിരുത്തും. അത് തിരുത്തി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ള തർക്കമൊന്നുമില്ല. അത് നമുക്ക് റിസൾട്ടിന് ശേഷം കാണാം. വീണ്ടും അധികാരത്തിൽ വരുന്നുള്ളത് ഭയങ്കര കോൺഫിഡൻസോടെയാണ് പറയുന്നത്. നമ്മൾ കൂടുതൽ പിടിച്ചെടുത്തുന്നത് ശരിയല്ല, നല്ല തിരക്കിലാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പ്രചാരണമൊക്കെ ഉഷാറായിട്ട് നടക്കുക. അപ്പോൾ രാമങ്കരിയിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. CPI CPM പോരുണ്ട്, പക്ഷേ അവരെല്ലാവരും അതൊരു ഭയങ്കര ആവേശത്തോടെ ഭയങ്കര സ്പിരിറ്റോടെയാണ് എടുത്തിട്ടുള്ളത്. എന്തായിരിക്കും ഫലമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.